2025 SCERT സോഷ്യൽ സയൻസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16 മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായ മൃഗമാണ് നായ. പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരം. ഈ സംസ്കാരങ്ങളുടെ സവിശേഷതകളിൽപ്പെട്ട ഒന്നാണ് ധാന്യപുര. നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറുന്ന രീതി, ബാർട്ടർ സമ്പ്രദായം. വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. കുരുമുളകിനെ കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്നു. മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ. 1917 മെയ് 29 മിശ്രഭോജനം സംഘടിപ്പിച്ചത്. എറണാകുളത്തെ ചേറായിലാണ് മിശ്രഭോജനം നടത്തിയത്. ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായ വർഷം 1943. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ഐക്യരാഷ്ട്ര സംഘടന തിരഞ്ഞെടുത്തത് 2023. നവജീവൻ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് മുതിർന്ന പൗരർ. കൈവല്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഭിന്നശേഷിക്കാർ. ശരണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വനിതകൾ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗാതീരത്തായിരുന്നു. പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി. സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീവ്സ്. യന്ത്രത്തറി കണ്ടുപിടിച്ചത് എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ്. കൃത്രിമ നാരുകൾക്ക് ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ. കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് മാറുമറിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരം മേൽമുണ്ട് സമരം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന്? 1905 ആഗസ്റ്റ് 7. 2015 മുതൽ ആഗസ്റ്റ് 7 കൈത്തറി ദിനമായി ആചരിക്കാൻ തുടങ്ങി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത് എന്ന്? 1918. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള രേഖകളാണ് അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി. ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ. വാസ്കോഡ ഗാമ കോഴിക്കോട് അടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നതെന്ന്? 1498 മെയ് 20. എത്ര ഭൂഖണ്ഡങ്ങൾ ആണ് ഉള്ളത്? 7. ആഫ്രിക്ക, അന്റാർട്ടിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക, ഏഷ്യ, ഓസ്ട്രേലിയ. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം: ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങൾ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൻ. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം
അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ്. ഗാന്ധിജി. ജനാധിപത്യ രീതിയുടെ തുടക്കം ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ് ജനപ്രതിനിധിയുടെ ഭരണം, പാർലമെൻറ്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിലാണ്. ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഹെറോഡോട്ടസ്. തിരുവിതാംകൂറിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിച്ചത് 1888. ശ്രീമൂലം പ്രജാസഭ സ്ഥാപിച്ചതെന്ന് 1904. തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ സ്ഥാപിച്ചത് 1949. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ഇന്ത്യയിൽ 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സ് ആയിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ: തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും പ്രഖ്യാപനവും. 3 അംഗങ്ങൾ ഉള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, താങ്ക് യു.